പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കാൽവരിനാഥ മിനിസ്ട്രിയുടെ പാടി സ്തുതിക്കാം എന്ന ഈ സൂം പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വീണ്ടും പ്രക്ഷുബ്ധമായ ഒരു കാലാവസ്ഥയുടെ മധ്യത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ കൂടുവാൻ, ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ഇരുന്ന് അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങൾ കേൾക്കുവാൻ, ഗാനങ്ങൾ കേൾക്കുവാൻ കർത്താവ് നമുക്ക് നൽകി തന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയോടെ നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ദൈവമേ, സ്വർഗപിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ ഇന്ന് ഞങ്ങൾ ആരംഭിക്കുമ്പോൾ പിതാവേ, ഞങ്ങൾക്ക് ചുറ്റും എല്ലാം പ്രതികൂലമാണ്, കാലാവസ്ഥയും ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിലും എന്റെ സ്വർഗത്തിലെ ദൈവം സകലതിനെയും നിയന്ത്രിക്കണം. ഏറ്റവും അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷ ഇന്ന് പങ്കെടുക്കുവാൻ ദൈവമേ അവിടുന്ന് പ്രസാദിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏകദേശം അടുത്ത 1.5 മണിക്കൂറോളം സമയം കർത്താവിന്റെ വലിയ കൃപ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഇടയാകണം. ഗാനങ്ങൾ പാടുന്ന പ്രിയപ്പെട്ട സൗര്യ ദൈവം മാനിക്കണമേ. കർത്താവെ, സുവിശേഷ സന്ദേശം, ദൈവിക സന്ദേശം അറിയിക്കുന്ന കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ വചനം അറിയിക്കുന്ന കർത്താവിന്റെ ദാസനായിട്ട് സ്തോത്രം. അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ ദൈവകൃപ നൽകണം. ശബ്ദവും വെളിച്ചവും അവിടെ നൽകണം. ഇന്റർനെറ്റ് അനുഗ്രഹമാക്കി നൽകണം. കറണ്ട് നൽകണം. കാലാവസ്ഥയുടെ തടസ്സമായി തീരരുത്. സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കണം. ഞങ്ങൾ പ്രാർത്ഥനയോടെ ആരംഭിക്കട്ടെ. ഇന്ന് കേൾക്കുന്ന ഓരോ വചനങ്ങളും ഗാനങ്ങളും അനേകരുടെ ജീവിതത്തിന് അത് അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയുമായിരുന്ന നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ 144 എപ്പിസോഡാണ് നാം പങ്കെടുക്കുന്നത്. 143 എപ്പിസോഡുകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാക്കി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ എപ്പിസോഡും അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമാകേണ്ടതിന് നാം എല്ലാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയമകൾ അക്സ കരൂർ ആണ്. പ്രിയമകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവിന്റെ ദാസൻ മാംഗുരിച്ചാന്റെ സഹോദരന്റെ മകളാണ്. അവര് തമിഴ്നാട് കരൂരായിരിക്കുന്നു. ആ കുടുംബത്തെ നാം പ്രാർത്ഥനയിൽ ഓർക്കണം. പ്രിയ സഹോദരിയുടെ നാവിൽ നിന്നും അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ, ഒരു തമിഴ് ഗാനവും ഒരു മലയാളം ഗാനവും, പ്രത്യേകിച്ചും പ്രിയ മാമൻകുരിച്ചാൻ രചിച്ച ആ ഗാനങ്ങൾ നമുക്ക് ഇന്ന് രാത്രി കേട്ട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. പ്രിയ സഹോദരിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകൃപയോടെ ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ പ്രിയ സഹോദരിയെ, പ്രിയ അക്സാമോളെ ശുശ്രൂഷയിലേക്ക് ആർദ്രവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനവും ജീവിത സാക്ഷ്യവും നമ്മോട് അറിയിക്കുന്നത് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഷിജു ജെയിംസ്, ഉത്തർപ്രദേശ് വാരാണസി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. പ്രിയദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്നും അനുഗ്രഹീതമായ സാക്ഷ്യം, ജീവിത അനുഭവങ്ങൾ, മിഷൻ ഫീൽഡിലെ അനുഭവങ്ങൾ, അതുപോലെ ചെറിയ ഒരു സന്ദേശവും കേട്ട് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ സഹോദരനെയും സഹോദരിയും തന്നെ 3 കുഞ്ഞുങ്ങളും അവിടെ ആയിരിക്കുന്നു. അവരെല്ലാവരെയും ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ, ആദരവോടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. 2 ഗാനങ്ങൾ കേട്ടിട്ട് നമുക്ക് മടങ്ങി വരാം. അത് ആദ്യമായി ആകായത്തിൻ ഫലഗുരു എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം കർത്താവിന്റെ ദാസമാംകുരിച്ച തമിഴിലേക്ക് തർജ്ജമ ചെയ്ത ഒരു ഗാനമാണ്. ആ ഗാനം കേട്ട് നമുക്ക് മടങ്ങി വരാം. പ്രിയ അക്സമ്മോളെ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു.
அருகில் இயேசு இருப்பதினால் ஆகாயத்தின் பல கனி திறந்து நம்மை ஆசீர்வதிக்கும் கர்த்தர் கூட உண்டு. எண்ணி எண்ணி துதித்திட நன்மைகள் தந்து நடத்திடும் அன்பர் இயேசு கூட உண்டு. நேசரென்றும் கூட உண்டு. மார்போடு அனைத்தென்றும் நேசித்திடும் மாறிடா நேசரென்றும் கூட உண்டு. ஆகாயத்தின் பல கனி திறந்து நம்மை ஆசீர்வதிக்கும் கர்த்தர் கூட உண்டு. எண்ணி எண்ணி துதித்திட நன்மைகள் தந்து நடத்திடும் அன்பர் இயேசு கூட உண்டு. ஆகாயத்தின் பல கனி திறந்து நம்மை ஆசீர்வதிக்கும் கர்த்தர் கூட உண்டு. எண்ணி எண்ணி துதித்திட நன்மைகள் தந்து நடத்திடும் அன்பர் இயேசு கூட உண்டு. ஆகாயத்தின் பல கனி திறந்து நம்மை ஆசீர்வதிக்கும் கர்த்தர் கூட உண்டு. எண்ணி எண்ணி துதித்திட நன்மைகள் தந்து നടത്തിടും അൻപർ യേശു കൂടെ ഉണ്ട്. താങ്ക് യു അച്ഛ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം. തമിഴാണെങ്കിലും കേൾക്കുവാൻ നമുക്ക് ദൈവം കൃപ ചെയ്തു. ഒരു ഗാനം കൂടെ നമുക്ക് കേട്ട് മടങ്ങി വരാം. ഉന്നതനെ എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഗാനം, കർത്താവിന്റെ ദാസന്റെ ഒരു ഗാനം നമുക്ക് കേട്ട് മടങ്ങി വരാം. യോഗ്യനേ ഉന്നതനേ വന്ദിതനേ സ്തുതിക്ക് യോഗ്യനേ തിരുനാമത്തെ നന്ദിയോടെ എന്നെന്നും സ്തുതിച്ചിരുന്നു. തിരുനാമത്തെ നന്ദിയോടെ എന്നെന്നും സ്തുതിച്ചിരുന്നു. ഉന്നതനേ വന്ദിതനേ സ്തുതിക്ക് യോഗ്യനേ എന്നും സ്തുതിക്ക് യോഗ്യൻ നീ മാത്രം എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ എന്നും സ്തുതിക്ക് യോഗ്യൻ നീ മാത്രം എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ ആരാധിപ്പാൻ യോഗ്യൻ
സ്തുതി പാടാം. വരുവിൻ വണങ്ങി നാം നമസ്കരിക്കാം. നമ്മെ നിർമ്മിച്ച യഹോവയ്ക്ക് സ്തുതി പാടാം. അവൻ മാത്രം ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് നന്ദിയോടെ ആരാധിക്കാം. അവൻ മാത്രം ദൈവമെന്ന് അറിഞ്ഞുകൊണ്ട് നന്ദിയോടെ ആരാധിക്കാം. എന്നും സ്തുതിക്ക് യോഗ്യൻ നീ മാത്രം, എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ. എന്നും സ്തുതിക്ക് യോഗ്യൻ നീ മാത്രം, എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ. ആരാധിപ്പാൻ യോഗ്യൻ, ആരാധിപ്പാൻ യോഗ്യൻ. ഉന്നതനേ വന്ദിതനേ സ്തുതിക്ക് യോഗ്യനേ. എന്നും സ്തുതിക്ക് യോഗ്യൻ നീ മാത്രം, എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ. എന്നും സ്തുതിക്ക് യോഗ്യൻ നീ മാത്രം, എന്നും ആരാധിപ്പാൻ നീ യോഗ്യൻ. ആരാധിപ്പാൻ യോഗ്യൻ, ആരാധിപ്പാൻ യോഗ്യൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ രണ്ട് ഗാനങ്ങൾ പ്രിയ മകൾ അക്സാമുകളിൽ നിന്ന് കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. അനുഗ്രഹീതമായ നിലയിൽ അത് കേട്ട് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം കൃപ ചെയ്തു. വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ഷിജു പരാണസി നാട്ടില് ദൈവത്തിന്റെ വചനം പഠിച്ച് പത്തനംതിട്ട ഹൈസ്കൂളിലും മറ്റും ദൈവവചനം പഠിച്ച് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിലമ്പൂർ പള്ളിക്കുത്തിൽ നിന്ന് യാത്ര ചെയ്ത് ഉത്തർപ്രദേശിലേക്ക് കടന്നു ചെന്ന് അവിടെ വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, എതിർപ്പിന്റെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിൽ നീണ്ട നാളുകൾ കർത്താവിന്റെ വേല ചെയ്യുന്ന ശ്രേഷ്ഠനായ ഒരു കർത്താവിന്റെ ദാസനുണ്ട്. സത്യത്തിൽ കർത്താവിന്റെ വലിയ കൃപ അനുഭവിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസൻ ഇവിടെ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ അനുഭവം നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്, ബലപ്പെടുത്തുന്നതാണ്. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസനെ നമുക്ക് ലഭിച്ചത്, ഈ സൂം മീറ്റിംഗിൽ ലഭിച്ചത് വളരെ സന്തോഷത്തോടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. താനും തന്റെ ഭാര്യയും 3 കുഞ്ഞുങ്ങളും അവിടെ ആയിരിക്കുന്നു. ഞാൻ ഓർമ്മിച്ചതുപോലെ വലിയ പ്രതിസന്ധികളുണ്ട് എങ്കിലും അതിന്റെ മധ്യത്തിൽ വലിയവനായ ദൈവം വളരെ ദൈവകൃപയോടുകൂടെ കർത്താവിന്റെ ദാസനെ പുലർത്തുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസന്റെ നാവിൽ നിന്നും തന്റെ ജീവിത അനുഭവങ്ങളിലൂടെ നാം ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം എല്ലാ അനുകൂല ചുറ്റുപാടുകളും തരുന്നതിന് വേണ്ടി നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. എല്ലാ ബഹുമാനത്തോടും ആദരവോടും കൂടെ ഇനിയുള്ള സമയം ഏതാണ്ട് 8:30 വരെയുള്ള സമയം ഉപയോഗിക്കുന്നതിന് വേണ്ടി, തന്റെ ജീവിത സാക്ഷ്യം അറിയിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും ആദരവോടും കൂടെ ക്ഷണിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിൽ ഈ സൂം പ്ലാറ്റ്ഫോമിൽ വലിയവനായ ദൈവം നമുക്ക് എല്ലാവർക്കും കൂടി വരുവാൻ കൃപ കാണിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. കാൽവറി നാദം പാടി സ്തുതിക്കാം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിൽ 144-ാമത്തെ എപ്പിസോഡിൽ അടിയനും കുടുംബമായിട്ട് പങ്കെടുക്കുവാൻ ദൈവം കൃപ കാണിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ദാസന്മാർക്ക് ദൈവം ധാരാളമായിട്ടുള്ള കൃപയും തുടർന്നുള്ള നാളുകളിൽ നൽകട്ടെ. അവരോടുള്ള നന്ദിയും ഇത്തരണത്തിൽ അടിയൻ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ നല്ല ഗാനങ്ങൾ നമുക്ക് കേൾക്കുവാൻ വലിയവനായ ദൈവം സാവകാശം ഒരുക്കിയതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുകയാണ്. ഇവിടെയും അതേപോലെ നാട്ടിലും വളരെ പ്രതികൂലങ്ങളുണ്ട്, കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിലും വലിയവനായ ദൈവം തന്റെ കൃപയാൽ നമ്മളെ എല്ലാവരെയും കാത്തു സൂക്ഷിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. എൻ്റെ പേര് പറഞ്ഞതുപോലെ ഷിജു ജെയിംസ്. എനിക്ക് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കുവാനായിട്ട് ദൈവം കൃപ തന്നു.
എൻ്റെ മാതാപിതാക്കളുടെ പേര് ഒ എ ജെയിംസ്, കുഞ്ഞുമോൾ. അവര് നാട്ടിലായിരിക്കുന്നു. അവര് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. വലിയവനായ ദൈവത്തിന്റെ കൃപ അവരോട് ധാരാളം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് രണ്ട് സഹോദരങ്ങളാണ് ഉള്ളത്. അവര് ദൈവകൃപയാൽ കുടുംബസ്ഥരായിട്ട് അവരും ആയിരിക്കുന്നു. അവരും കർത്താവിനോടുള്ള സ്നേഹത്തിലും ബന്ധത്തിലും ആയിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. 1998 എനിക്ക് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ ദൈവം ഭാഗ്യം നൽകി തന്നു. 2001 കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ച് എൻ്റെ മാതൃസഭയായ പള്ളിക്കുത്ത് സഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള സാവകാശം സ്വർഗത്തിലെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകി തന്നു. അതിനുശേഷം എൻ്റെ പ്രാഥമിക പഠനത്തോടുള്ള അതിനുശേഷം ദൈവവചന പഠനത്തോടുള്ള ആഗ്രഹത്തോടു കൂടെ GTC-യിലും അതേപോലെ BBA-യിലും പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകി തന്നു. അത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു പദവിയായിട്ട് ഞാൻ കാണുകയാണ്. ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാൻ, സ്നേഹിക്കുവാനായിട്ട് എനിക്ക് സാവകാശം ദൈവം ഒരുക്കി നൽകി തന്നു. അതിനുശേഷം കർത്താവിന്റെ വേലയും അതേപോലെ ജോലിയോടുള്ള ബന്ധത്തിൽ ആന്ധ്രയുടെ വിവിധ ഭാഗങ്ങളിൽ പോകുവാനായിട്ട് ദൈവം എനിക്ക് സാവകാശം നൽകി തന്നു. ആന്ധ്രയിൽ അതേപോലെ കാക്കിനാട് എന്ന് പറയുന്ന സ്ഥലത്ത് 2011 ഒരു ചെറിയൊരു സ്കൂള് ആരംഭിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി തന്നു. അവിടെ ആ സ്കൂളിനോടുള്ള ബന്ധത്തിലും അതേപോലെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും അവിടെ ചില നാളുകൾ ആയിരിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അതിനുശേഷം 2013 ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ എൻ്റെ വിവാഹം നടക്കുവാനായിട്ട് ദൈവം കൃപ കാണിച്ചു. ഒരു ദൈവമകളെ ദൈവം എനിക്ക് ദാനമായിട്ട് നൽകി തന്നു. തുടർന്ന് ഞങ്ങള് ഒരുമിച്ച് ആയിരിക്കാനും അതേപോലെ തന്നെ ഞങ്ങൾക്ക് ദൈവം 3 കുഞ്ഞുങ്ങളെ ദാനമായിട്ട് നൽകി തന്നു. അവരും ദൈവ വഴികളിലായിരിക്കുന്നു. അവരുടെ പഠനകാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവരും തുടർന്നും ദൈവത്തെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കണം. എനിക്ക് 2016 കർത്താവിന്റെ വിളി പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും അതനുസരിച്ച് തിരികെ കാക്കിനാടയിൽ നിന്ന് എൻ്റെ മാതൃസഭയിൽ പോകുവാനായിട്ട് ദൈവം എനിക്ക് സാവകാശം നൽകി തന്നു. അവിടെ ചെന്ന് സഭയോടുള്ള ബന്ധത്തിൽ ചില ശുശ്രൂഷകളിൽ ഏർപ്പെടുവാൻ ദൈവം എനിക്ക് സാവകാശം നൽകി തന്നു. അവിടെ അങ്ങനെയായിരുന്ന സമയത്താണ് നാട്ടിലുള്ള ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ ടീമായിട്ട് പോയി സുവിശേഷം അറിയിക്കുവാനായിട്ടുള്ള സാവകാശം ദൈവം എനിക്ക് നൽകി തന്നു. തൃശ്ശൂരുള്ള ടിമ്മി ആഡംസ് ഞങ്ങളുടെ കൂടെ പല പ്രാവശ്യം കേരളത്തിന്റെ പല സ്ഥലങ്ങളിലും അതേപോലെ തന്നെ ആന്ധ്രയുടെ പല ഭാഗങ്ങളിലും എനിക്ക് പിന്നെയും പോയി സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം കൃപ കാണിച്ചു തന്നു. അതിനുശേഷം നാട്ടില് യൂത്ത് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കാനായിട്ട് ദൈവം കൃപ തന്നു. അതും എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രചോദനമായിരുന്നു. അനേക SLC ക്യാമ്പ്, കോളേജ് സ്റ്റുഡൻസ് ക്യാമ്പ്, CTC അങ്ങനെയുള്ള ക്യാമ്പുകളിൽ അറ്റൻഡ് ചെയ്യുകയും ദൈവവചനം കേൾക്കുകയും പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ഉള്ള അതിനുള്ള അവസരങ്ങൾ ദൈവം നൽകി തന്നു. അതിനുശേഷം YMEF-ന്റെ ടീമിനോടുള്ള ബന്ധത്തിൽ ബീഹാറിൽ എനിക്ക് പല പ്രാവശ്യം വരുവാനായിട്ട് ദൈവം കൃപ നൽകി തന്നു. ഏകദേശം 1 മാസത്തോളമുള്ള കാല പീരീഡിൽ അവിടെ കർത്താവിന്റെ വേല അറിയിക്കുവാനായിട്ട് ദേവദാസന്മാരോടൊപ്പം എനിക്കും ഒരു ഭാഗ്യം ദൈവം തുറന്നു നൽകി തന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നോർത്ത് ഇന്ത്യയുടെ ഉള്ള ഒരു ഭാരം എൻ്റെ ഹൃദയത്തിലേക്ക് വരുവാനായിട്ട് ദൈവം കൃപ കാണിച്ചത്. അവിടെ ബീഹാറിൽ പലപ്പോഴും പോയ ആളുകൾക്ക് അറിയാം, അവിടെ വില്ലേജിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ദൈവവചനം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ വേണ്ടി അവർ കടന്നു വന്നിട്ടുണ്ട്. അവർ കടന്നു വന്ന് കേട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അത് വളരെ സാഹചര്യം ഉണ്ടായിരുന്നു സുവിശേഷം അറിയിക്കുവാനായിട്ട്. ഇന്ന് എനിക്കറിയില്ല എങ്ങനെയാണ്. ഇന്ന് സുവിശേഷത്തിന്റെ വാതിലുകൾ ഓരോ ദിവസവും അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ പോകണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും. എന്നാൽ ദൈവത്തിന്റെ ഹിതം വേറെ ആയിരുന്നു. ഞങ്ങളോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയം ഇതായിരുന്നു: ദൈവമേ, നീ ഞങ്ങളെ അയക്കുകയാണ് എങ്കിൽ നോർത്തിൽ അയക്കണം. അതേപോലെ തന്നെ നല്ല അതായത് പ്രവർത്തനങ്ങൾ ഇല്ലാത്തൊരു സ്ഥലത്തും അതേപോലെ തന്നെ സ്ഥലസഭ ഇല്ലാത്തൊരു സ്ഥലത്തും ഞങ്ങൾ
ഒക്കെ പോയി പ്രവർത്തിക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും പ്രാർത്ഥനയും. ദൈവം ആ പ്രാർത്ഥന കേട്ടു. അങ്ങനെ 2018 UP ഞങ്ങൾക്ക് വാരണാസിക്കടുത്ത് സോൻഭദ്ര എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ വരുവാനായിട്ട് ദൈവം കൃപ കാണിച്ചു. ഇവിടെ ഏകദേശം വരുന്നതിന് 6 മാസം മുമ്പ് ഈ സ്ഥലത്ത് കടന്നു വരികയും പ്രിയ കൃപാശങ്കർ അങ്കിളിനെ വാരണാസിയിലുണ്ട്, കൃപാശങ്കർ അങ്കിളിനെ കാണുവാനായിട്ട് ദൈവം കൃപ തന്നു. പ്രിയ അങ്കിളിൽ നിന്ന് അനേക കാര്യങ്ങൾ കേട്ടു. ഇവിടെയുള്ള വേലയോടുള്ള ബന്ധത്തിലും ഇവിടുത്തെ ആവശ്യങ്ങളെ കുറിച്ചും ഇവിടുത്തെ ജനത്തിന്റെ സ്ഥിതികളെ കുറിച്ചും ഒക്കെ അങ്കിള് ഞങ്ങളോട് വ്യക്തമായിട്ട് സംസാരിച്ചു. അങ്കിളുടെ വലിയ ആഗ്രഹമായിരുന്നു വാരണാസിയിൽ ഞങ്ങൾ ആയിരിക്കണം എന്നുള്ളത്. അവിടെ ഒരു സ്ഥലസഭയുണ്ട്. അങ്കിള് പ്രായമായിട്ടിരിക്കുന്നു. അപ്പൊ അങ്കിളുടെ ആഗ്രഹമായിരുന്നു അവിടെ നിൽക്കണം എന്നത്. എന്നാൽ ദൈവത്തിന്റെ ഹിതം വേറെയായിരുന്നു, ഞങ്ങളുടെയും പ്രാർത്ഥന വേറെയായിരുന്നു. വേറെ സ്ഥലത്തേക്ക്, അതായത് റോബസ്ഗഞ്ച് സോൻഭദ്ര ഡിസ്ട്രിക്റ്റിലേക്ക് ഇവിടെ വരുവാൻ ദൈവം കൃപ കാണിച്ചു. 2018 ഇവിടെ ഞങ്ങൾ വന്നു. 2018 ഇവിടെ വന്നപ്പോൾ വേലയ്ക്ക് ഇവിടെ വലിയ വെല്ലുവിളികളാണ് ഉള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. നോർത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം. അതായത് അനേക പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഓരോ ദിവസവും ഉണ്ടാകുന്ന സ്ഥലമാണ് ഈ സ്ഥലം. ഇവിടെ നമുക്ക് വേലയോടുള്ള ബന്ധത്തില് മതപരമായിട്ട് ഉള്ള അതേപോലെ ആചാരങ്ങളും ജാതീയ സമ്പ്രദായങ്ങളും ഇവിടെ കൂടുതലായിട്ടുണ്ട്. അതേപോലെ തന്നെ അന്ധവിശ്വാസവും അനാചാരവും ഇവിടെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടാത്ത ഒരു സ്ഥലമാണ് ഈ UP എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. ചൂടാണെങ്കിൽ വളരെ കാഠിന്യമേറിയ ചൂടാണ്. അതേപോലെ അത് തണുപ്പാണെങ്കിലും അത് കൊടിയ തണുപ്പായിരിക്കും. നമുക്ക് നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയുകയില്ല. എന്നാൽ വലിയവനായ ദൈവം ഞങ്ങളെ ഇന്നയോളം നടത്തി എന്ന് ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇവിടുത്തെ വേറൊരു വെല്ലുവിളി എന്ന് പറയുന്നത്, പുറത്തുനിന്ന് നമ്മൾ വരികയാണെങ്കിൽ ഭവനം ലഭിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ താമസ സൗകര്യം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. കാരണം ഇവിടെയുള്ള ആളുകള് ഹിന്ദുക്കളാണ്. അവര് കൂടുതലും, അതായത് അവരുടെ വീടുകളിൽ ഇറച്ചിയോ മീനോ കാര്യങ്ങളോ ഒന്നും അവർ പാകം ചെയ്യുകയില്ല. അവർ പറയുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനികളാണ്, നിങ്ങൾ ഇവിടെ പാട്ടും പ്രാർത്ഥനയും ചെയ്യുന്നു, നിങ്ങൾ ഭക്ഷ്യ വസ്തുക്കൾ ഉണ്ടാക്കി കഴിക്കുന്നു, അതുകൊണ്ട് വീട് തരികയില്ലെന്നാണ് അവർ പറയുന്നത്. എന്നാലും വലിയവനായ ദൈവം 2018 മുതൽ ഇന്ന് വരെ 2025 വരെ ദൈവം ഞങ്ങളെ വഴി നടത്തി, ദൈവം ഞങ്ങളെ സംരക്ഷിച്ചു എന്ന് ഞങ്ങൾക്ക് പറയാം. കാരണം ദൈവത്തിന്റെ വചനത്തിൽ ഇങ്ങനെ ഒരു ഇതുണ്ട്, സങ്കീർത്തനം 34:5, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവം ഞങ്ങളെ ലജ്ജിപ്പിച്ചിട്ടില്ല, ദൈവം ഞങ്ങളെ ദുഃഖിപ്പിച്ചിട്ടില്ല. ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വന്നപ്പോൾ ദൈവം അതിന്റെ കാര്യങ്ങൾ ദൈവം ചെയ്തു. ദൈവമാണ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചത്. പലപ്പോഴും നമുക്കറിയാം, ദൈവത്തെ വിളിച്ച് ഇറങ്ങുന്നവരുമുണ്ട്, ദൈവത്തെ നോക്കി ഇറങ്ങുന്നവരുമുണ്ട്. അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ അവർ മടങ്ങിപ്പോകും, ഇട്ടെറിഞ്ഞു പോകും. എന്നാൽ ഒരുവനായ ദൈവം ഇതുവരെയും ഞങ്ങളെ ഇവിടെ സൂക്ഷിച്ചു നിലനിർത്തി. ഇവിടെ നമുക്കറിയാം, ഞങ്ങൾ വന്നതിന് ശേഷം മഹാമാരി ഉണ്ടായി, അതായത് കൊറോണയുടെ കാലഘട്ടമായിരുന്നു. അതിന്റെ മധ്യത്തിലും ദൈവം ഞങ്ങളെ നിലനിർത്തി. ആ ചൂടിന്റെ മധ്യത്തിൽ, തണുപ്പിന്റെ മധ്യത്തിൽ, ഇവിടെയുള്ള മറ്റ് സുവിശേഷ വിരോധികളുടെ മധ്യത്തിൽ ദൈവം ഞങ്ങളെ നിലനിർത്തി. കാരണം ദൈവം വിശ്വസ്തനായിരുന്നു, അവൻ വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമായിരുന്നു. ഇവിടെ ഞങ്ങൾ കടന്നു വന്നു. ആ പ്രാരംഭഘട്ടത്തില് ആരുമായിട്ട് യാതൊരു ബന്ധമോ കാര്യങ്ങളോ ഞങ്ങൾക്കില്ലായിരുന്നു. എന്നാൽ വലുവനായ ദൈവം അധികം താമസിക്കാതെ അടുത്തുള്ള സഹോദരങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് ബന്ധം നൽകി തന്നു. പ്രിയ ഞാൻ പറഞ്ഞതുപോലെ കൃപാശങ്കർ അങ്കിൾ മുഖാന്തരം ഞങ്ങൾക്ക് അതിനുള്ള കാര്യങ്ങൾ ദൈവം ഏർപ്പെടുത്തി തന്നു. ഇവിടെ പ്രാരംഭമായിട്ട് അടുത്തുള്ള സ്ഥലസഭയിലുള്ള ദൈവദാസന്മാര്, ദശരഥ് അങ്കിള്, സന്തോഷ് ബ്രദർ, രാമാശ്രേ, ശ്രീപൂജൻ അവർ കടന്നു വന്നു. ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭം കുറിക്കുവാനായിട്ട് ദൈവം കൃപ കാണിച്ചു. അതിനുശേഷം പ്രിയ സുവിശേഷൻ ദശരഥിന്റെ മകൻ രാം സുന്ദർ, അദ്ദേഹം ചെന്നൈയിലെ പഠനത്തിന് ശേഷം ഇവിടെ കടന്നു വന്ന് ഞങ്ങളോട് ഒരുമിച്ച് 2 വർഷത്തോളം താമസിച്ച് ഇവിടെയുള്ള പ്രവർത്തനത്തിന് വളരെ നേതൃത്വം നൽകി തന്നു. ഞാൻ വന്ന സമയത്ത് എനിക്ക് ഭാഷയുടെ പ്രയാസമുണ്ടായിരുന്നു,
കാലാവസ്ഥയുടെ പ്രയാസങ്ങൾ, പലവിധമായ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ മധ്യത്തിൽ ഈ പ്രിയ രാം സുന്ദർ വളരെ കൈത്താങ്ങായിരുന്നു. അദ്ദേഹം കൂടെ നിന്ന് അനേക വില്ലേജുകളിൽ ഞങ്ങൾക്ക് പോകുവാനായിട്ട് ദൈവം കൃപ കാണിച്ചു. ഇവിടെ ഏകദേശം 18,65,559 ആളുകൾ ഈ സോൻഭദ്ര ജില്ലയിൽ ഉണ്ട്. ഏകദേശം 2011 കണക്ക് പ്രകാരമാണ്. ഇപ്പോൾ അതിനെക്കാട്ടിലും കൂടുതലായിട്ടുണ്ട്. ഇവിടെ 8 ബ്ലോക്കാണ് ഉള്ളത്. അതേപോലെ തന്നെ 1440 വില്ലേജുകളോളം ഈ ജില്ലയിലുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 40-50 വില്ലേജുകളിൽ മാത്രമാണ് പോയിട്ടുള്ളത്. അവിടെ നമുക്ക് സഭയുള്ളതെന്ന് പറയുന്നത് 2 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവിടെ കൂടിവരവുള്ളത്. ഇനിയും അനേക സ്ഥലങ്ങൾ എംറ്റി ആയിട്ട് കിടക്കുന്നു, കാലിയായിട്ട് കിടക്കുന്നു. ഇവിടെ സുവിശേഷകന്മാരെ ആവശ്യമുണ്ട്. ഇവിടെ ദൈവത്തിന്റെ വചനം അറിയിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇവിടെ ദൈവമക്കൾ കടന്നു വരണം. ഇവിടെ കടന്നു വന്ന് ഇവിടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നമ്മൾ കൊടുക്കണം. അതേപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾ സുവിശേഷത്തിനു വേണ്ടി എഴുന്നേൽക്കണം. പുറത്തു നിന്ന് ആരും വന്നില്ലെങ്കിൽ തന്നെയും ഇവിടെയുള്ള ആളുകൾ തന്നെ എഴുന്നേൽക്കുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കുവാനായിട്ട്, സുവിശേഷം അംഗീകരിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ, അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിനുവേണ്ടി സാവകാശങ്ങളെ ഒരുക്കട്ടെ എന്നാണ് എന്റെയും ആഗ്രഹം, നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. ദൈവം അതിനുവേണ്ടി എല്ലാവരെയും സഹായിക്കട്ടെ. പിന്നീട് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തുടർന്ന് ഇപ്പോൾ വില്ലേജുകളിൽ പ്രവർത്തനം വലിയ തോതിൽ നടക്കുന്നില്ല. കാരണം ഇവിടുത്തെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഗവൺമെന്റിന്റെ പ്രശ്നമുണ്ട്, ആളുകളുടെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് സുവിശേഷത്തിന് വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ ഈ നാളുകളിൽ ഇവിടെ ഉള്ളത്. അതിന്റെ മധ്യത്തില് ദൈവജനം പ്രത്യേകം പ്രാർത്ഥിക്കണം. ആ പ്രയാസങ്ങൾ മാറണം. അതേപോലെ തന്നെ അനേക സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് പോകണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹവും ലക്ഷ്യവും. അതിനുവേണ്ടി ദൈവം പ്രത്യേകം പ്രാർത്ഥിക്കണം. ഇവിടെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുമ്പോൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പാപികളെ കുറിച്ചൊരു ഹൃദയഭാരം എപ്പോഴും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പാപികളെ കുറിച്ച് ഹൃദയഭാരം ഉള്ളവർ ഈ പ്രദേശത്തേക്ക് കടന്നു വരണം. ഇവിടെ നിങ്ങൾക്ക് വേല ചെയ്യാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. പക്ഷേ പ്രതികൂലങ്ങളുണ്ട്. അതിന്റെ മധ്യത്തിൽ തളർന്നു പോകാതിരിക്കാൻ ദൈവശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ വിളിയുടെ ആശ നമ്മൾ മനസ്സിലാക്കണം. എന്നെക്കുറിച്ച്, എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ആ നിലയിൽ നമുക്ക് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ദൈവം അതിൽ ഇടപെടും. ദൈവം നമുക്ക് ആലോചന പറഞ്ഞു തരും. ദൈവം മാർഗം നമുക്ക് കാണിച്ചു തരും. മൂന്നാമതായിട്ട് ദൈവശക്തിയുടെ സുവിശേഷത്തിനായി കഷ്ടം സഹിക്കാം. ഈ സുവിശേഷത്തിന്റെ വേല എന്ന് പറയുന്നത് കഷ്ടം സഹിക്കാൻ വേണ്ടിയാണ്. ഇവിടെ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, പ്രതികൂലമുണ്ട്, കണ്ണുനീരുണ്ട്. പല സാഹചര്യങ്ങളും മാനുഷികമായിട്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്തിനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്? എന്തിനാണ് ദൈവം എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഈ പ്രയാസമൊക്കെ ഞാൻ എന്തിനാണ് അനുഭവിക്കുന്നത്? അതിന് ഉത്തരം ദൈവം നൽകി തരും. 2018 ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് പ്രയാസമുണ്ടായിരുന്നു, പ്രതികൂലമുണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നം, ഭക്ഷണത്തിന്റെ പ്രശ്നം എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ തിരിച്ചു പോകാം. ദൈവം അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചു. അത് തെറ്റായ ചിന്തയായിരുന്നു. എന്നാൽ എനിക്ക് കൂട്ടായി നൽകി തന്ന എന്റെ സഹോദരി പറഞ്ഞു, അല്ല, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഉദ്ദേശമുണ്ട്. അത് പിൽക്കാലത്ത് ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് അത് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇവിടെയുള്ള ആളുകൾക്ക് ഞങ്ങളെ കുറിച്ച് ആവശ്യമുണ്ടായിരുന്നു. എന്നെ ദൈവം അതിനുവേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ദൈവം അതിനുവേണ്ടിയാണ് എന്നെ കേരളത്തിൽ നിന്ന് ഈ ഉത്തർപ്രദേശിലേക്ക് ദൈവം കൊണ്ടുവന്നത്. സുവിശേഷം അറിയിക്കുവാൻ, അനേകരോട് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം കൊണ്ടുവന്നത്. അപ്പോൾ ദൈവത്തിന്റെ ശക്തിയുടെ സുവിശേഷത്തിനായി കഷ്ടം സഹിക്കുക. അതിനുവേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. അങ്ങനെ ഒരുക്കമുള്ളവരാണ് എങ്കിൽ ഇവിടെ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ വേല നമ്മളിലൂടെ ദൈവം ചെയ്യും. ഞാനല്ല ചെയ്യുന്നത്. ഇവിടെ ഞാൻ കടന്നു വന്ന് ഞാൻ ഒരു നിമിത്തം മാത്രമാണ്, ഒരു പാത്രം മാത്രമാണ്, ഒരു ഉപയോഗം മാത്രമാണ്, ഒരു വെപ്പൺ മാത്രമാണ്. എന്നാൽ ദൈവമാണ് എന്നിലൂടെ പ്രവർത്തിക്കുന്നത്. ദൈവമായിരിക്കണം നമ്മളിൽ ഓരോരുത്തരുടെയും പ്രവർത്തിക്കേണ്ടത്. ദൈവത്തിനു വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടവരും. നാലാമതായിട്ട് ഇവിടെ വേലയോടുള്ള ബന്ധത്തിൽ എനിക്ക് പറയാനായിട്ടുള്ളത്, ആരെ വിശ്വസിക്കുന്നുവോ അവൻ പ്രതിഫലം നമുക്ക് തരും. ആരെ വിശ്വസിക്കുന്നുവോ, ആരെ വിശ്വസിച്ചാണ് ഞാനും നിങ്ങളും ഇറങ്ങിത്തിരിച്ചത്, ആരെ വിശ്വസിച്ചാണോ, ആരുടെ വേലയാണോ ഞാനും നിങ്ങളും ചെയ്യുന്നത്, ആ വ്യക്തി
പ്രതിഫലം തരും. ഒരു നാൾ നമുക്ക് പ്രതിഫലം നൽകി തരും. അന്ന് നാം അവന്റെ കയ്യിൽ നിന്ന് പ്രതിഫലം വാങ്ങും. ധന്യനായ പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുള്ള ദൈവം എനിക്ക് ആ പ്രതിഫലം തരുവാനായിട്ട് പോകും. ദൈവത്തിന്റെ പക്കൽ നിന്ന് പ്രതിഫലം വാങ്ങുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ നൽകി തരുമാറാകട്ടെ എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഈ മിഷൻ ഫീൽഡിൽ വളരെ ചലഞ്ചുണ്ട്, വളരെ പ്രയാസങ്ങളുണ്ട്. പക്ഷേ അതിന്റെ മധ്യത്തിലും തരണം ചെയ്യുവാൻ ദൈവം നമുക്ക് ശക്തി നൽകി തരും. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടിരിക്കേണ്ടത് ദൈവത്തോട് കൂടുതൽ നിങ്ങളും അടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പം പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കഷ്ടതകളും ഒക്കെ വരുമ്പോഴും നമുക്ക് ചാരുവാനായിട്ടുള്ളത് ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, ദൈവം മാത്രമേ ഉള്ളൂ. ഈ ഡിസ്ട്രിക്റ്റില് ഇതിന്റെ തൊട്ടടുത്ത് കുറച്ച് ദൂരം പോയാൽ മാത്രമേ മലയാളികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുള്ളൂ. വളരെ ദൂരം പോകണം, ഒരുപാട് കിലോമീറ്റർ ദൂരം പോകണം. എന്നാൽ ദൈവദാസന്മാർ അടുത്ത ഡിസ്ട്രിക്റ്റിലുണ്ട്. എന്നാൽ പലപ്പോഴും അവരൊക്കെ അടുത്ത് വരുന്നതിനേക്കാൾ കൂടുതൽ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യമാണ് എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടിരിക്കേണ്ടത്. ഞാനും നിങ്ങളും കരയുമ്പോൾ കണ്ണുനീരിൽ നിറയുമ്പോൾ വലിയവനായ ദൈവം നമ്മുടെ അടുക്ക വരും, ദൈവം ഉത്തരം നൽകി തരും. അത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു അനുഭവമാണ്. ദൈവം ഞങ്ങളെ അത് കാണിച്ചു തന്നിട്ടുണ്ട്. അനേക സന്ദർഭങ്ങളിൽ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ട്. അതിനെല്ലാം ദൈവം ഉത്തരം നൽകി തന്നിട്ടുണ്ട്. ദൈവം ആർക്കും കടക്കാരനല്ല. ദൈവം ആർക്കും ഒരിക്കലും ദൈവം ആരെയും ഒരിക്കലും ഉപേക്ഷയായിട്ട് വിടുകയില്ല. ഇവിടെയുള്ള വേലയോടുള്ള ബന്ധത്തിൽ എനിക്ക് കടപ്പാടുള്ളത്, ഞാൻ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തോടാണ്. ദൈവത്തോട് എനിക്ക് വളരെ കടപ്പാടുണ്ട്. കാരണം എന്നെ വിശ്വസിച്ച് ഈ വേലയിൽ പരമേൽപ്പിച്ച എൻ്റെ ദൈവത്തിന്. കാരണം ഞാൻ അതായത് ദൈവം വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്. പലപ്പോഴും ഞാൻ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞാൻ ദൈവത്തോട് വിശ്വസ്തത കാണിച്ചിട്ടില്ല. പക്ഷെ ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. 2018 മുതൽ 2025 വരെ വലിയവനായ ദൈവം എന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം എനിക്ക് കാണിച്ചു നൽകി തന്നിട്ടുണ്ട്. ദൈവം മതിയായവനാണ്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത് കർത്തദാസൻ ജോൺ കുര്യൻ അങ്കിളാണ്. അതായത് പ്രാർത്ഥിക്കുകയും അതേപോലെ തന്നെ ഒരുപാട് പ്രോത്സാഹനം തന്നുകൊണ്ട് കർത്തദാസൻ ഇരിക്കുന്നുണ്ട്. ഞങ്ങളെ പ്രാർത്ഥിച്ചയച്ചു. അതിനുശേഷവും ഇന്നുവരെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രാർത്ഥനയുടെ പിൻബലം ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയുവാനായിട്ടുള്ളത് ദൈവദാസന്മാരായ തോമസ് ജേക്കബ് അങ്കിൾ, അതേപോലെ തന്നെ സുഭാഷ് തങ്കച്ചൻ അങ്കിൾ. അവർ പലപ്പോഴും പല പ്രാവശ്യം അതായത് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, ഞങ്ങളോട് ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെയുള്ള വേലയോടുള്ള ബന്ധത്തിൽ അവര് ചുമൽ കൊടുത്തിട്ടുണ്ട്. ഒന്നിച്ച് വേല ചെയ്യുവാനായിട്ട് ദൈവം സാവകാശം നൽകി തന്നിട്ടുണ്ട്. അവരും ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. നാലാമതായിട്ട് പറയുവാനായിട്ടുള്ളത് എൻ്റെ മാതൃസഭയാണ്. എൻ്റെ മാതൃസഭ എനിക്ക് വേണ്ടി ഇന്നയോളം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ സഭയാണ്, എന്നാൽ അവിടെയുള്ള വിശ്വാസികളും മൂപ്പന്മാരും ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയുടെ പിൻബലം, അവരുടെ പ്രാർത്ഥനയുടെ ആ ശക്തി ഞങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെയുള്ള സഹോദരിമാരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അഞ്ചാമതായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത് ഞങ്ങളുടെ മാതാപിതാക്കൾ, അതേപോലെ ഞങ്ങളുടെ സഹോദരങ്ങൾ, അവരോട് ഞങ്ങൾ കടപ്പെട്ടവരാണ്. കാരണം ഇവിടെയുള്ള സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ അവർ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ നിരന്തരം കൈത്താങ്ങൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ ലോകമെമ്പാടുമുള്ള ദൈവമക്കൾ, ദൈവദാസന്മാര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും വളരെ ഉത്തരവാദിത്വം ഉണ്ട് ഇവിടെയുള്ള വേലയെക്കുറിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട്. ഇവിടെയുള്ള അനേക ആവശ്യങ്ങളുണ്ട്, അവർക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെയുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെയുള്ള ദൈവമക്കൾ ആത്മീയമായിട്ട് അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് പ്രാർത്ഥിക്കണം. മാത്രമല്ല ഞങ്ങൾക്കിപ്പോൾ കൂടിവരവിന് വേണ്ടി ഒരു സ്ഥലം ലഭിച്ചിട്ടുണ്ട്. അവിടെ ചെറിയ കൂടിവരവ് ഉണ്ടാകണം, ഒരു സഭാഹോൾ ഉണ്ടാകണം. അത് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളും ഈ വിഷയത്തിന്മേല് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. വേലയോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഇവിടേക്ക് സ്വാഗതമാണ്. ഈ മിഷൻ ഫീൽഡിലേക്ക് നിങ്ങൾക്ക് വളരെ ആർദ്രവമായ സ്വാഗതമാണ്. എപ്പോൾ വേണമെങ്കിലും ഇവിടെ കടന്നു വരാം. ഇവിടെ കടന്നു വന്ന് വേല ചെയ്യാം. അനേകരെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുവാനായിട്ട് സാധിക്കും. ഇവിടെയുള്ള ആളുകൾ, ഞാൻ പറയട്ടെ,
അവര് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കും. അവർക്ക് താല്പര്യമില്ല എങ്കിൽ അവർ പറയും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ദൈവം അവരോട് ഇടപെട്ട് കഴിയുമ്പോൾ അവർ പിന്നീട് നമ്മളോട് അവർ ആലോചന ചോദിക്കുവാനായിട്ട് മടങ്ങി വരും. അങ്ങനെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ഞങ്ങൾക്ക് അങ്ങനെ ഇടയായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അവർ പറഞ്ഞു ഈ ലഘുലേഖയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ എന്തിനാണ് ഇത് ഞങ്ങൾക്ക് തരുന്നത്, ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഞങ്ങളുടെ വീടുകളിലുമുണ്ട്, അതേപോലെ തന്നെ ഞങ്ങളുടെ പറമ്പിലുണ്ട്, ഞങ്ങളുടെ എല്ലായിടത്തും ദൈവങ്ങളുണ്ട്, അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവര് ഇവിടുന്ന് ഞങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളിലെ ആൾക്കാർ ഇത് വളരെ എന്താ പറയുന്നത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട്. അവർക്കറിയാം ഈ നമ്മൾ പറയുന്ന കാര്യം സത്യദൈവമാണ്, യഥാർത്ഥ ദൈവം, ജീവനുള്ള ദൈവം യേശു ക്രിസ്തുവാണെന്ന് അവർക്ക് അറിയാം. അങ്ങനെ ആളുകൾ അവർ സ്വീകരിച്ച് മുമ്പോട്ട് വന്നവരുമുണ്ട്, എതിർത്ത് നിന്നവരുമുണ്ട്. എന്നാൽ കൂടുതലായിട്ട് നമുക്കറിയാം ഈ സ്ഥലങ്ങളിൽ വളരെ എതിർപ്പിന്റെ ആളുകളാണ് കൂടുതലും ഉള്ളത്. മതപരമായിട്ട് അവർ വളരെ അന്ധകാരത്തിലാണ്, സാത്താന്റെ കോട്ടയിലാണ് അവരിയ്ക്കുന്നത്. അതുകൊണ്ട് ദൈവജനം വളരെ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഇത്തരണത്തിൽ ഓർപ്പിക്കുന്നു. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖമൊക്കെ വരുമ്പോൾ ഞങ്ങൾ പാടി ആശ്വസിപ്പിക്കുന്ന ഒരു ഗാനത്തിന്റെ 2-3 അടികൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. അതിനുശേഷം ചെറിയൊരു സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തുമാറാകട്ടെ. प्रभु का धन्यवाद करूंगा, उसकी संगति में सदा रहूंगा, साथ चलूंगा मैं जय जरूर पाऊंगा. അതായത് ഇതിന്റെ മലയാളം ഒരു പാട്ടുണ്ട്, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ആ പാട്ടിന്റെ ഹിന്ദിയാണ്. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കാം. प्रभु का धन्यवाद करूंगा, उसकी संगति में सदा रहूंगा, साथ चलूंगा मैं जरूर पाऊंगा, साथ चलूंगा मैं जरूर पाऊंगा, प्रभु का धन्यवाद करूंगा. ना देगी मुझे दुनिया कभी भी कोई शुभ और शांति ना देगी मुझे दुनिया कभी भी कोई शुभ और शांति मेरे यीशु के साथ धन्य संगति में सदा मिलती खुशी मुझको, मेरे यीशु के साथ धन्य संगति में सदा मिलती खुशी मुझको, प्रभु का धन्यवाद करूंगा, उसकी संगति में सदा रहूंगा, साथ चलूंगा जरूर पाऊंगा, साथ चलूंगा मैं जरूर पाऊंगा, प्रभु का धन्यवाद करूंगा. मेरी जिंदगी की हर परेशानी में खुल जाता है आशा का द्वार, मेरी जिंदगी की हर परेशानी में खुल जाता है आशा का द्वार. कभी ना डरूंगा, कभी ना हटूंगा, चाहे जान भी देना पड़े, कभी ना हटूंगा, कभी ना हटूंगा, चाहे जान भी जाना पड़े, प्रभु का धन्यवाद करूंगा, उसकी संगति में सदा रहूंगा, साथ चलूंगा मैं जरूर पाऊंगा, साथ चलूंगा मैं जरूर पाऊंगा,
ദുഃഖം ധന്യവാൻ കാരുണ്യ. അല്പസമയത്തെ ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനങ്ങൾ 91-ന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 91-ന്റെ 1ഉം 2ഉം വാക്യങ്ങൾ. അതിങ്ങനെ വായിക്കുന്നു: അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ, യഹോവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സങ്കീർത്തനക്കാരൻ പാടുന്ന ഒരു സങ്കീർത്തനമാണ് ഈ 91-ാം സങ്കീർത്തനം. വലിയവനായ ദൈവത്തെ നിലനിർത്തി അദ്ദേഹം പറയുന്ന ചില പദപ്രയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലും വളരെ അന്വർത്ഥമായിട്ടിരിക്കുന്നു. അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുക. ആ വ്യക്തി പറയുന്ന വാക്കാണ് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ എൻ്റെ സന്ദേശത്തിന് ഒരു തലക്കെട്ട് ഇങ്ങനെ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു: ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ വിശേഷതകൾ എന്താണ് ഉള്ളത്? ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ദൈവത്തെ ആശ്രയിക്കുന്നത്? ഞാൻ എന്തിനാണ് എൻ്റെ ദൈവത്തെ ആശ്രയിക്കുന്നത്? എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അല്ല എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ? ഈ സങ്കീർത്തനം നാം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അതിപ്രധാനമായ കാരണങ്ങൾ സങ്കീർത്തനക്കാരൻ വിവരിച്ച് പറയുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ പദപ്രയോഗങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നതായിട്ട് നമുക്ക് തോന്നുവാനായിട്ട് സാധിക്കും. വാസ്തവമായിട്ട് സങ്കീർത്തനക്കാരൻ ദൈവത്തെ രുചിച്ചറിഞ്ഞ് വാസ്തവമായിട്ട് അതിന്റെ ആദ്യത്തെ പദത്തിൽ പറയുന്നത് പോലെ ആ സങ്കീർത്തനക്കാരൻ എവിടെയാണ് ഇരിക്കുന്നത്? അത്യുന്നതന്റെ മറവിലാണ്, സർവശക്തന്റെ നിഴലിൻ കീഴിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. ആ ദൈവത്തിന്റെ പ്രത്യേകതയാണ് പിന്നീട് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്ന 3-ാമത്തെ കാര്യത്തിൽ പറയുന്നത് അവൻ നിന്നെ വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്നോടുള്ള ബന്ധത്തിൽ ഞാൻ പറയട്ടെ, പലപ്പോഴും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ഈ വലിയവനായ ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ട് ആ ദൈവം ഞങ്ങളെ എന്ത് ചെയ്തു? വിടുവിക്കുവാനായിട്ട് ഇടവന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും ആഴമായിട്ട് പതിയുവാനായിട്ട് ഇടവരട്ടെ. ഞാനും നിങ്ങളും ആശ്രയിക്കുന്ന ദൈവം അവൻ നമ്മളെ ഒരിക്കലും കൈവിടുന്നവനല്ല. അവൻ നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുന്നവനല്ല. അവൻ നമ്മുടെ കൂടെ അവൻ വരുന്നവനാണ്. നമ്മുടെ കൈക്ക് പിടിച്ച് അവൻ വഴി നടത്തുന്നവനാണ്. രണ്ടാമത് ഇവിടെ പറയുന്നത് നാശകരമായ മഹാമാരിയിൽ നിന്ന് അവൻ നമ്മെ വിടുവിക്കും. നമ്മുടെ രോഗം വന്നോട്ടെ, പ്രശ്നം വന്നോട്ടെ, പ്രതികൂലങ്ങൾ വന്നുകൊള്ളട്ടെ, ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ അവൻ നമ്മളെ എന്ത് ചെയ്യും? വിടുവിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മാറാരോഗങ്ങൾ ഉണ്ടാകാം, നമ്മുടെ ജീവിതത്തിൽ നാം അറിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാം, മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത നീറുന്ന പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരങ്ങൾ ഉണ്ടാകാം. എന്നാൽ ദൈവത്തോട് പറയുമ്പോൾ അവൻ ആശ്രയിക്കുന്ന ദൈവം എന്ത് ചെയ്യും? അവനെ അതിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ഇടവരും. 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇരട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവത്തിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഇവിടെയാണ്. ഞാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തെ മാത്രം പേടിച്ചാൽ മതി. മനുഷ്യനെ പേടിക്കേണ്ട ആവശ്യമില്ല. മനുഷ്യനെ സേവിക്കാൻ വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചത്, ദൈവത്തെ സേവിക്കാൻ വേണ്ടി, ദൈവത്തിന്റെ മക്കളായിട്ട് വിശ്വസ്തയോടെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഏവരെയും ഈ ഭൂമിയിൽ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വേർപെട്ട ദൈവജനമാണ് എങ്കിൽ അവർക്കും വലിയ ഉത്തരവാദിത്വം ദൈവം നൽകിയിട്ടുണ്ട്. ദൈവദാസന്മാരായി നമുക്ക് ദൈവം വലിയ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. അതെല്ലാം കാത്തു സൂക്ഷിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെ ഏവരെയും ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കുമാറാകട്ടെ എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. എൻ്റെ പ്രാർത്ഥനയും അത് തന്നെയാണ്. അടുത്തതായിട്ട് സങ്കീർത്തനക്കാരൻ പറയുന്നത് അതിന്റെ 10-ാമത്തെ വാക്യമാണ് പറയുന്നത്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ദൈവത്തിന്റെ എന്താ പറയുന്നത്?
ആ ആ, ദൈവത്തിന്റെ കർശനമായ ഒരു ഇടപെടലാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവം പറയുകയാണ്, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല. ദൈവത്തിന്റെ വഴിയെ പോകുമ്പോൾ സർവശക്തന്റെ നിഴലിൻ കീഴിലും അതേപോലെ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും ചെയ്യുന്ന വ്യക്തി പറയും, ഞാൻ അവനിൽ ആശ്രയിക്കും, ദൈവത്തിൽ ആശ്രയിക്കും, അതുകൊണ്ട് എനിക്കൊരു അനർത്ഥവും ഭവിക്കുകയില്ല, എനിക്കൊരു ബാധയും എന്റെ കൂടാരത്തിൽ, എന്റെ വീടിൽ അടുക്കുകയില്ല. കാരണം ദൈവം തന്റെ രക്തത്താൽ മുദ്രയിടുവാനായിട്ട് ഇടവന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനം ഞങ്ങളുടെ ജീവിതത്തിലെ എന്റെ ജീവിതത്തിൽ ഏറ്റവും അതായത് ആശ്വസിപ്പിക്കുകയും എന്നെ വഴി നടത്തുകയും ചെയ്ത ഒരു സങ്കീർത്തനമാണ്. ഇതേപോലെ ഞാൻ ആദ്യം പറഞ്ഞത് 34-ന്റെ 5-ാമത്തെ ആ വാക്യവും എന്നെ ഒരുപാട് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ദൈവം സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുവാനും അത്യുന്നതന്റെ മറവിൽ വസിക്കുവാനും സർവശക്തനായ ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഞങ്ങളെ ഊർജം പകർന്നു തരികയും ദൈവത്തിന്റെ വേലയിൽ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സങ്കീർത്തനമാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പറഞ്ഞത്. ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ നമ്മെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് വിടുവിക്കും, മഹാമാരിയിൽ നിന്ന് നമ്മളെ വിടുവിക്കും. ഇരട്ടിൽ സഞ്ചരിച്ചാലും, എവിടെ സഞ്ചരിച്ചാലും, ഏത് മേഖലയിലായിരുന്നാലും, എവിടെയാക്കി വെച്ചിരുന്നാലും ദൈവം നമ്മളെ സംരക്ഷിക്കും, ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല, നമ്മുടെ കൂടാരത്തിന് ഒരു ബാധയും അടുത്തു വരികയില്ല. ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ഈ ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. അവന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും ഞങ്ങൾ അറിയിക്കുന്നു. കുടുംബമായിട്ട് ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഇവിടെയുള്ള വേലയിൽ നിങ്ങൾക്കും വന്നു ചേരാം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. താങ്ക് യു ഷിജു ബ്രദർ. 1-2 ചോദ്യങ്ങളൂടെ കർത്താവിന്റെ ദാസനോട് ചോദിക്കുകയാണ്. ഉത്തർപ്രദേശിൽ കർത്താവിന്റെ മഹത്തമായ വേല കർത്താവിന്റെ ദാസൻ ചെയ്യുകയാണ്. ഏതൊക്കെ നിലയിലാണ് അവിടെ കർത്താവിന്റെ ദാസൻ വേല ചെയ്യുന്നത്? വ്യത്യസ്തമായ നിലയിൽ ഗ്രാമങ്ങളിൽ ഏതൊക്കെ നിലയിലാണ് കർത്താവിന്റെ ദാസൻ ആ ശുശ്രൂഷ ചെയ്യുന്നത്? ഒന്നാമത്തെ ചോദ്യം. ഞങ്ങൾ ഇവിടെ വില്ലേജ് മിനിസ്ട്രീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വില്ലേജിൽ പല സ്ഥലങ്ങളിൽ പോകുന്നു. ആദ്യം ഞങ്ങൾ സുവിശേഷം അറിയിക്കുകയോ ട്രാക്ട് കൊടുക്കുകയോ ചെയ്യുന്നില്ല. അവരുമായിട്ട് നമ്മളൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇവിടെ ഒരു മിഷൻ ഹോസ്പിറ്റൽ ഉണ്ട്. അവർ മിഷൻ ഹോസ്പിറ്റലിന്റെ ഇതിന് വന്നത് ക്യാമ്പയിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ നമ്മളുമായിട്ട് ഒന്ന് അടുക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിനുശേഷം നിരന്തരമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെടുകയും അവരുമായിട്ട് ക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റി പറയുകയും അവർക്ക് ആവശ്യമെങ്കിൽ ഞങ്ങൾ ലേഖകൾ കൊടുക്കും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ആളുകൾ വിദ്യാഭ്യാസത്തിൽ വളരെ പുവറാണ്. അവർക്ക് വായിക്കാനോ പഠിക്കാനോ ഒന്നും അറിയില്ല. അവര് കുറവാണ്. അവർക്ക് നിരന്തരമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഇവിടുത്തെ വേല മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു വിശ്വാസ ജീവിതം, ഒരു സുവിശേഷകന്റെ ജീവിതം എന്ന് പറയുന്നത് അനേകം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞ ഒന്നാണ്. അതായത് ഒരു കുടുംബ ജീവിതം മുമ്പോട്ട് പോകണം, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നൽകണം, കുടുംബ ജീവിതം മുമ്പോട്ട് പോകണം, ഭക്ഷണത്തിനുള്ള കാര്യങ്ങളുണ്ട്, യാത്രയ്ക്കുള്ള കാര്യങ്ങളുണ്ട്, പല വഴിയിൽ പോകണമെങ്കിൽ അതിന് പൈസ വേണം, ചില രോഗങ്ങൾ വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം, ഇങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ഒരു കുടുംബ ജീവിതം ഒരു വശത്ത് നിൽക്കുകയും സുവിശേഷ പ്രവർത്തനം മറ്റൊരു വശത്ത് നിൽക്കുമ്പോൾ ഏതൊക്കെ നിലയിൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ദൈവം കർത്താവിന്റെ ദാസനെ പോറ്റി പുലർത്തുന്നത്? പലപ്പോഴും ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ വെല്ലുവിളിയായിട്ടുണ്ട്. ഇതിപ്പോ പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കിയത്. കുടുംബമുണ്ട്, കുടുംബത്തിന്റെ കാര്യം നോക്കണം, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം, പിന്നെ മറ്റ് യാത്ര ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങള്. ഇതിപ്പോ പറഞ്ഞപ്പോഴാണ് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതുവരെയും വലിയവനായ ദൈവം വഴി നടത്തി. ദൈവത്തിന്റെ സകലവിധമായ മഹത്വവും ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങൾ അതായത് പിന്തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഞാൻ അതിനാണ് ആ വാക്യം എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രചോദനമായി തീർന്നത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. എല്ലാ മേഖലകളിലും ഭക്ഷണത്തിന്റെ കാര്യമാകട്ടെ,
താമസ സൗകര്യമാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാകട്ടെ, യാത്രയാകട്ടെ, എല്ലാം ദൈവം എന്ത് ചെയ്തു? ഒരുപടി കൂടുതൽ ഞങ്ങൾക്ക് നൽകി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അവന്റെ വേലയിൽ ഞങ്ങൾക്ക് മുന്നേറുവാനായിട്ട് ഇതുവരെയും സാധിച്ചു. ദൈവത്തിന് സകല മഹത്വവും. പക്ഷേ നാളെ പ്രതിസന്ധികൾ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിന്റെ നേരെ കടന്നു വരാം. നമുക്കറിയില്ല, ലോകത്തിന്റെ സ്ഥിതി അതാണ്. അപ്പോൾ നിങ്ങൾ കുടുംബമായിട്ട് അവിടെ ജീവിക്കുമ്പോൾ ആ പ്രതിസന്ധികളുടെ മുമ്പിൽ എങ്ങനെ ആ പ്രതിസന്ധിയെ താങ്കൾ നേരിടും? എങ്ങനെ വിജയം നേടി താങ്കൾ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ കർത്താവിന്റെ ദാസന്റെ കുടുംബം മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യത്തിന് കാരണമായി തീരും? കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ്, ആ ക്രിസ്തുവിലാണ് ഞങ്ങൾ കുടുംബമായിട്ട് വിശ്വസിക്കുന്നത്. ആ ദൈവം അവസാനം വരെയും പൗലോസ് പറയുന്നത് പോലെ, ഞാൻ ആരെ വിശ്വസിക്കുന്നുവോ അവൻ അവസാനം വരെയും ആ ഉപനിധി കാത്തു സൂക്ഷിക്കുവാൻ വിശ്വസ്തനാണ്. ആ ദൈവത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പ്രതികൂലം വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്നു. ഇനിയും ആ ദൈവം കൈവിടുകയില്ല എന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ആ ദൈവത്തിൽ ആരൊക്കെ ആശ്രയിച്ചിട്ടുണ്ടോ അവരെ ആരും ദൈവം ഉപേക്ഷിച്ചിട്ടില്ല. ആ ദൈവമാണ് ഞങ്ങളെയും കൈക്ക് പിടിച്ചിട്ടുള്ളത്. അനേക ദൈവമക്കളുടെ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട്, പ്രാർത്ഥന പിൻബലമുണ്ട്, അനേക ദൈവമക്കളുടെ പ്രചോദനമുണ്ട്. അതുകൊണ്ട് ഈ മിഷൻ ഫീൽഡിൽ ഞങ്ങൾ തളരത്തില്ല എന്ന് പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. നാളെയുടെ ദിവസങ്ങളിൽ ഇനിയും അനേകർ കർത്താവിന്റെ ദാസന്റെ സ്ഥലത്ത്, ഞാൻ കേട്ടു ഒരുപാട് ഗ്രാമങ്ങൾ ഇനി ബാക്കിയുണ്ട് അവിടെ വരണം. ഒരുപക്ഷെ കർത്താവിന്റെ ദാസന്റെ പ്രായമുള്ളവർ, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ പ്രായമുള്ളവർ, യുവജനങ്ങൾ ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളിൽ നടക്കുകയാണ്. അവർക്ക് സുവിശേഷ പ്രവർത്തനത്തിനോട് താല്പര്യമില്ലാതെ, അത് ചെയ്യുന്നവരോട് ഒരുപക്ഷെ താല്പര്യമില്ലാതെ ഈ ലോകത്തിന്റെ മായയിൽ നടക്കുമ്പോൾ, നമുക്കറിയാം, നമുക്ക് ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കർത്തവ്യമാണ് സുവിശേഷ പ്രവർത്തനം. അങ്ങനെയുള്ളവരോട് കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിലൂടെ കൊടുക്കാൻ കഴിയുന്ന ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഒരു വാക്ക്. എനിക്ക് അങ്ങനെയുള്ളവരോട് പറയാനായിട്ടുള്ളത്, നമ്മുടെ യൗവനം ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുക. എന്റെ യൗവനത്തിൽ ദൈവത്തിന് വേണ്ടി പോരാടുവാൻ, ഇറങ്ങിത്തിരിക്കുവാൻ ദൈവം എനിക്ക് സാവകാശം നൽകി തന്നു. എനിക്ക് മാത്രമല്ല, അനേക യുവാക്കന്മാർക്ക് അതിനുള്ള സാവകാശം ദൈവം കൊടുത്തു. ഇനിയുള്ള തലമുറയ്ക്കും ദൈവം അതിനുള്ള സാവകാശം കൊടുക്കട്ടെ. ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ മഹത്വകരമായ ശുശ്രൂഷയാണ്. യജമാനൻ ഒരിക്കലും നമ്മളെ പറ്റിക്കുകയില്ല, കൈവിടുകയില്ല. പ്രതിഫലം ഉള്ള ഒരു ശുശ്രൂഷയാണ്. അതാണ് എനിക്ക് ഇന്നത്തെ തലമുറയോട് പറയുവാനായിട്ടുള്ളത്. ഒരു ചോദ്യം കൂടെ, കർത്താവിന്റെ ദാസന്റെ കുടുംബം കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയെ എത്രത്തോളം ഒരു പിൻബലമായിരിക്കും? എന്റെ കുടുംബം, ഞങ്ങള് ഇവിടെ കടന്നു വന്നതിന് അന്ന് മുതൽ ഇന്ന് വരെയും അവരുടെ പ്രാർത്ഥന, അവരുടെ വേലയോടുള്ള അവരുടെ സമീപനം, അവരുടെ സഹായങ്ങൾ എല്ലാം ഞങ്ങൾക്ക് വളരെ പിൻബലമായിട്ട് ഉണ്ട്. ഇന്നും ഞങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള നാളുകളും ദൈവം അവർക്ക് ശക്തിയും ബലവും കൊടുക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അത് മാത്രമല്ല, ഞങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന അനേകർ ഇടിവിൽ നിൽക്കുന്നുണ്ട്. അവർക്കും ദൈവം ധാരാളം കൃപ, ദൈവിക ശക്തി നൽകട്ടെ എന്ന് ഞങ്ങൾ നിരന്തരം മുട്ടിപ്പായി നിന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു എവാഞ്ചലിസ്റ്റ് ഷിജു ജെയിംസ്, വാരാണസി. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസിൽ നിന്ന് അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തു. ആ സാക്ഷ്യം വളരെ ക്രോഡീകരിച്ച്, സംഗ്രഹിച്ച്, വെട്ടിച്ചുരുക്കി ചിലത് മാത്രമാണ് പറഞ്ഞത്, ഞങ്ങൾക്കറിയാം. എന്നാൽ കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്ന ഒരു കുടുംബം, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ഭാരങ്ങൾ അനവധിയാണ്. കർത്താവ് വരെ വഴി നടത്തണം. നമ്മുടെ പ്രാർത്ഥനയുണ്ടാകണം. നമുക്കറിയാം, ഒരു കുടുംബത്തിൽ, ഒരു കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസന്റെ കുടുംബത്തിൽ കരയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു ഭാര്യയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാതാവുണ്ടെങ്കിൽ, പിതാവുണ്ടെങ്കിൽ, ആ ശുശ്രൂഷ, ആ പ്രവർത്തനം അനുഗ്രഹിക്കപ്പെടും. തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസിന്റെ പുറകിൽ ആ ശുശ്രൂഷയുടെ നന്മയ്ക്കായി കരയുന്ന ഒരു സഹോദരിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. തീർച്ചയായിട്ടും അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. രാത്രിയിൽ ഞങ്ങളുടെ പാതില്യമായിരിക്കാൻ കർത്താവിന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി. തുടർന്നും കർത്താവിന്റെ ദാസനെ ദൈവം ഏറ്റവും അനുഗ്രഹിക്കട്ടെ, ഏറ്റവും അനുഗ്രഹിക്കട്ടെ. വോട്ട് ഓഫ് താങ്ക്സിനും മറ്റു കാര്യങ്ങൾക്കുമായി കർത്താവിന്റെ ദാസൻ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമുഗുരിയച്ചാനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. ഞങ്ങളുടെയും നന്ദിയും സ്നേഹവും ഒരു പ്രാവശ്യം അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് ശുശ്രൂഷയെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സമയങ്ങളാണ് നമ്മളെ വിട്ട് ഇന്ന് കടന്നുപോയത്. വളരെയധികം പ്രതികൂലമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു പൊതുവെ കേരളത്തിൽ. എന്നാൽ മീറ്റിങ്ങിന് വലിയ തടസ്സം കൂടാതെ ദൈവം ഇത്രത്തോളം സഹായിച്ചു. അനേക ദൈവമക്കളുടെ ഒരു പ്രാർത്ഥനയുടെ പിൻബലമായിരുന്നു ഞങ്ങൾ പരിഗണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. പ്രിയ കർത്തൃദാസൻ ഷിജു ജെയിംസ് നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം ഇന്ന് കേൾപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടവരുത്തിയതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. 3 കുഞ്ഞുങ്ങളുമായിട്ട് ആ ഭാഷ പഠിച്ച് ആ ഒരു സ്ഥലത്ത് വാരണാസിയിൽ കർത്താവിന്റെ വേല ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. വളരെ റിസ്ക് പിടിച്ചുള്ള ഒരു വേലയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും പ്രിയ കർത്തൃദാസനെ കുടുംബമായിട്ട് എത്രത്തോളം ദൈവം സഹായിച്ചു. താൻ പറഞ്ഞതുപോലെ അനേക ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ പിൻബലമുണ്ട്. ആ ദൈവവേലയ്ക്ക് പോയതുകൊണ്ട് അതൊരു തെറ്റായി പോയി എന്നുള്ള ചിന്തയല്ല അതെനിക്ക് ഉണ്ടായിരുന്നത്. മറിച്ച് ദൈവം അതിശയമായ രീതിയിൽ നടത്തുന്നു. മറ്റുള്ളവർ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ അവർക്കൊരു ധൈര്യത്തിന് ഇടവത്തക്ക രീതിയിലുള്ള ഒരു സാക്ഷ്യമാണ് പ്രിയ ഷിജു സഹോദരൻ നമുക്കിന്ന് കേൾക്കുവാൻ ദൈവം ഇടവരുത്തിയതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇനിയുള്ള നാളുകളിലും ധാരാളമായിട്ട് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ തക്കണം. പ്രിയ കർത്തൃദാസനെയും കുടുംബത്തെയും അവിടെ എടുത്ത് ഉപയോഗിക്കുവാൻ നാം ഏവരും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നത് നന്നായിരിക്കും. തുടർന്നും ആ കുടുംബത്തെ നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് ഓർക്കാം. പ്രതികൂലങ്ങൾ ഉണ്ടാകാതെ കർത്താവിന്റെ വരെ ആ വേല തുടരുവാൻ തൊക്കണം. പ്രിയ സഹോദരനെ സഹായിക്കുവാൻ നാം നമ്മുടെ പ്രാർത്ഥനയിൽ പ്രിയ സഹോദരനെ കുടുംബത്തെ നമുക്ക് ഓർക്കാം. അതുപോലെ 2 ഗാനങ്ങൾ പാടി നമ്മളെ സഹായിച്ച് പ്രിയ മകൾ അക്സയ്ക്ക് കാൽവരിനാഥ മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിച്ചു കൊള്ളുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും ഞങ്ങൾ അറിയിക്കുകയാണ്. തുടർന്നും ഒരു മിനിസ്ട്രിയെ നിങ്ങളുടെ വലിയൊരു പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നമുക്കിപ്പോൾ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിങ്ങിനെ അവസാനിപ്പിക്കാം. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല നേരത്തിനായിട്ട് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം കർത്താവെ ഞങ്ങളുടെ ദാസൻ ഷിജു ജെയിംസിൽ നിന്ന് കേൾക്കുവാൻ ഇടവരുത്തിനായിട്ട് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. വളരെയധികം കർത്താവെ പ്രതികൂലങ്ങളിൽ കൂടി കർത്താവെ സാഹചര്യങ്ങളിൽ കൂടി പോയെന്ന് പറഞ്ഞാലും കർത്താവെ അങ്ങനെയുള്ള ആശ്രയം കൈവിടാതെ കർത്താവെ വേല ഇത്രത്തോളം അനുഗ്രഹമായിട്ട് തുടരുവാൻ ഇടവരുത്തതിനായിട്ട് നിങ്ങളുടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര നല്ലവനെന്ന് കർത്താവെ അവരുടെ ജീവിതത്തിൽ അത് മനസ്സിലാക്കുവാൻ അത് അനുഭവിപ്പാൻ തക്കണം കർത്താവ് ഇടവരുത്തതിനായിട്ട് നിങ്ങളുടെ സ്തോത്രം. ഈ സാക്ഷ്യം കേൾക്കുന്നവർക്ക് കർത്താവെ ദൈവവേല ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും ധൈര്യം കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 3 കുഞ്ഞുങ്ങളുമായിട്ട് കർത്താവെ അന്യദേശത്ത് അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ കർത്താവെ അത്യുന്നതന്റെ മറവിൽ വസിക്കുവാൻ സർവശക്തന്റെ നിഴലിന് കീഴിൽ പാർക്കുവാൻ പ്രിയ കുടുംബത്തോട് കർത്താവ് കാണിക്കുന്ന കരുണയ്ക്കായിട്ട് നിങ്ങളുടെ സ്തോത്രം. ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും. എൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. കർത്താവെ ഈ വചനങ്ങൾ കർത്താവെ പ്രിയ ദേവദാസനെ കർത്താവെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് നിങ്ങളുടെ സ്തോത്രം. കർത്താവെ ധാരാളം ആളുകൾ രക്ഷയിലേക്ക് കടന്നു വരുവാൻ തക്കണം. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ദാസന്റെ പ്രവർത്തനത്തെ ഏറ്റവും കൂടുതലായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരന്റെ നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. അവർ മാലിക സ്ഥലങ്ങളിൽ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുപരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ കർത്താവെ ആവശ്യങ്ങൾ കർത്താവെ ഞങ്ങൾ അറിയുന്നു. 3 കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകേണ്ട ആവശ്യമുണ്ട് കർത്താവെ. അതിനുള്ള ചെലവുകളുണ്ട് കർത്താവെ. യാത്ര അതുപോലെ സുവിശേഷ വേലയ്ക്ക് ധാരാളം കർത്താവെ പണം അവിടെ ചെലവേണ്ടിയ ആവശ്യമുണ്ട് കർത്താവ്. അതെല്ലാം തക്ക നേരത്തെ ഇത്രത്തോളം കൊടുത്ത് വഴി നടത്തുന്ന കൃപയ്ക്കായിട്ടാണ് ഞങ്ങളുടെ സ്തോത്രം. അനേക പ്രിയപ്പെട്ടവർക്ക് ഇന്ന് മീറ്റിംഗിൽ ജോയിൻ ചെയ്യുവാൻ തക്കണം ഇടവരുത്താനായിട്ടാണ് ഞങ്ങളുടെ സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 ഗാനങ്ങൾ പാടി കർത്താവെ മനുഷ്യ സഹായിച്ച് പ്രിയ അക്സമോളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മകൾക്ക് വരും കാലങ്ങളിൽ ദൈവനാമത്തിന് വേണ്ടി പാടുവാൻ തക്കണം ദൈവമേ ഇനിയും അവസരങ്ങൾ കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കർത്താവെ സന്തോഷ് മാത്യു സഹോദരന്റെയും കുടുംബത്തെയും കർത്താവെ ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നു. അത്ഭുതകരമായ രീതിയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും വഴി നടത്തുന്നതിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം. തൽക്കാലം ഞങ്ങൾ പിരിയുന്നെങ്കിലും പിരിയാത്തൊരു നല്ല ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതിനായിട്ട് ഞങ്ങളുടെ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുകയിൽ നന്ദിയോടെ സ്തോത്രം. എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ അപേക്ഷിക്കുന്നു. സ്വർഗീയ പിതാവേ, ആമേൻ.